എല്ലാവർക്കും ഈ ആഴ്ചയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇറ്റലിയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ കഴിഞ്ഞ ഈജിപ്റ്റ് സീരീസിൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവരൊക്കെ എൻ്റെ ചാനൽ സന്ദർശിച്ച് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുവാനായിട്ട് നിങ്ങളെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈജിപ്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട കുറേ അധികം വീഡിയോകൾ ഞാനൊരു സീരീസായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സന്ദർശിക്കുക, വീഡിയോകളൊക്കെ കാണുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. ഇനി നമുക്ക് ഈ ഒരു പുതിയ രാജ്യത്തെ പറ്റിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഞാൻ അല്പം മുമ്പ് പറഞ്ഞല്ലോ, ഞാനിപ്പം ഇറ്റലിയിലെ റോമിൽ നിന്നും പിസയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ലീനിങ് ടവർ ഓഫ് പിസ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞിരിക്കുന്ന ഗോപുരം. ഒരു 840 വർഷമായിട്ട് നമ്മളെയൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഒരു മഹാഗോപുരം അങ്ങനെ ചെരിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അതൊന്ന് കണ്ടു കളയാം എന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ടാക്സിയിൽ ഒരു 20 മിനിറ്റ് യാത്ര ചെയ്താൽ നമ്മൾ റോമ ടെർമിനി എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ നിന്നും ഒരു ഹൈ സ്പീഡ് ട്രെയിനൊക്കെ പിടിച്ച് ഒരു 2 മണിക്കൂർ യാത്ര ചെയ്താൽ പിസ സെൻട്രൽ എന്ന് പറയുന്ന ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. അവിടെ നിന്നൊരു 30 മിനിറ്റ് ഒന്ന് നടന്നാൽ നമ്മളൊരു ലീനിങ് ടവർ ഓഫ് പിസ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രദേശത്ത് നമ്മൾ എത്തിച്ചേരും. ഇന്ന് വൈകുന്നേരം ഞാനവിടെ എത്തിയാൽ പിസയുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാനിന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഇന്ന് അവിടെ താമസിച്ച് നാളെ രാവിലെ പിസ ലീനിങ് ടവറിൻ്റെ മുകളിൽ ഒന്ന് കയറി അവിടുത്തെ കത്തീഡ്രലും അവിടുത്തെ മറ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അവിടെ നിന്നും വൈകുന്നേരത്തോടുകൂടി ഞാൻ വെനീസിലേക്ക് യാത്ര ചെയ്യുകയാണ്. പിന്നെ നമ്മൾ വെനീസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. വെനീസ് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് സിറ്റിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാലുകളുടെ നാട്, അല്ലെങ്കിൽ ബ്രിഡ്ജുകളുടെ നാട്, സിറ്റി ഓഫ് വാട്ടർ എന്നൊക്കെ നമുക്ക് വെനീസിനെ വിശേഷിപ്പിക്കാം. ഒരു 3-4 വീഡിയോകളൊക്കെ ഉൾപ്പെടുന്ന ഒരു സീരീസാണ് ഈ ഒരു യാത്ര. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകളൊക്കെ ഒന്ന് കാണുക. രാവിലെ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഒരു ചെറിയ മൂടിക്കെട്ടിയ മഴക്കാറുള്ള ഒരു ദിവസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ യാത്രയ്ക്ക് അതൊന്നും പ്രശ്നമില്ല. എന്ത് രസമാണെന്നറിയാമോ നമ്മൾ ഈ പോകുന്ന വഴികളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുവാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ആർക്കിടെക്ചറുകളിൽ പണിതിരിക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ ഈ വഴിയുടെ ഇരുവശവും നമുക്ക് കാണാം. ഓരോ കെട്ടിടങ്ങൾക്കും നല്ല ഭംഗിയായി പെയിൻ്റൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് കാണാനാവുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇറ്റലിയിൽ ആകമാനം നമുക്ക് കാണാനാവുന്ന ഒട്ടനവധി ഫൗണ്ടൻസ് നമുക്കിവിടെ കാണാം. ഇറ്റലി എന്ന് പറയുന്നത് ഫൗണ്ടനുകളുടെ ഒരു നാടും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ടാക്സിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. നമ്മൾ കുറച്ച് യാത്രയ്ക്ക് ശേഷം നമ്മൾ അവസാനം റോമ ടെർമിനി എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നുമാണ് നമ്മുടെ ട്രെയിൻ യാത്ര അല്ലെങ്കിൽ പിസയിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. അങ്ങനെ റോമ ടെർമിനി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് ട്രെയിൻ പിടിക്കണം. ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പിസയിലേക്ക് ഞാൻ ഓൾറെഡി ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു സീറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ കയറി ടിക്കറ്റ് എടുക്കുക, പോവുക. ഓക്കെ, ഇതാണ് റോമ ടെർമിനി എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ. ഇവിടുന്നാണ് പിസയിലേക്ക് പോകുന്നത്. ഇങ്ങനെയൊക്കെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളതും അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു റോമ ടെർമിനി എന്ന് പറയുന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഒട്ടനവധി ടൂറിസ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ എവിടെയും കാണാം. ഇവിടെ നിന്നും പിസയിലേക്ക് പോകുവാനും അല്ലെങ്കിൽ ഫ്ലോറൻസിലേക്ക് പോകുവാനും വെനീസിലേക്ക് പോകുവാനുമായിട്ടുള്ള ടൂറിസ്റ്റുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു പില്ലറിലെ ഈ ഒരു മോണിറ്ററിൽ നമ്മൾ സഞ്ചരിക്കുന്ന ട്രെയിനിൻ്റെ നമ്പരും അതിൻ്റെ സമയവും ഒക്കെ ഇങ്ങനെ കൃത്യമായിട്ട് അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു ടിക്കറ്റുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ക്യൂവിലൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും ഒരു 354 കിലോമീറ്റർ നമ്മൾ ഈ ഒരു ഹൈ സ്പീഡ് ട്രെയിനിൽ യാത്ര ചെയ്താൽ നമ്മൾ പിസയിൽ എത്തിച്ചേരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറും 10 മിനിറ്റുമാണ് ആ ഒരു യാത്രയുടെ സമയം. ടിക്കറ്റ് നമുക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ ടിക്കറ്റുകളെല്ലാം നമുക്ക് റിസർവ് ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ റോമിൽ നിന്നും പിസയിലേക്ക് പോകാനും പിസയിൽ നിന്ന് വെനീസിലേക്ക് പോകാനും വെനീസിൽ നിന്ന് മിലാനിലേക്ക് പോകാനും ഒക്കെ ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ നാട്ടിൽ ഇരുന്നോട്ടൊക്കെ റിസർവ് ചെയ്യാം. ഇറ്റാലിയ റെയിൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. വളരെ നല്ലൊരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എവിടുന്നാണോ കയറേണ്ടത് ഒറിജിൻ, അത് കഴിഞ്ഞ് എവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്, ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച് ടിക്കറ്റ് എടുക്കാം. ഇനി ഇതിൻ്റെ നിരക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കൃത്യമായ നിരക്ക് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഓരോ ട്രെയിനുകൾക്കും വ്യത്യസ്തമായ നിരക്കുകളാണ്. ഓരോ സമയത്തും ഈ നിരക്കുകളിലൊക്കെ വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശരാശരി നിരക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1700-നും 5000 രൂപയ്ക്കും ഇടയിലുള്ള നിരക്കാണ് ഈ ഒരു വൺ വേ ടിക്കറ്റിനുള്ള ഒരു ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $21 മുതൽ $60 വരെയുള്ള അതിനിടയിൽ നിൽക്കുന്ന ഒരു സംഖ്യയാണ് നമുക്ക് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ മുടക്കേണ്ടത്. ട്രെയിനിൻ്റെ അകത്ത് കയറിയിരുന്നു. നല്ല അടിപൊളി ട്രെയിനാണ്, കാണാൻ നല്ല സൂപ്പർ ഭംഗിയാണ്. Ricordiamo ai gentili passeggeri che sul treno è vietato far uso delle sigarette elettroniche. Smoking electronic cigarettes is forbidden on the train. അല്ല, മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. അവസാനം പറഞ്ഞ മാത്രം മനസ്സിലായി, സിഗരറ്റ് വലിക്കാൻ പറ്റൂല. റോമിൽ നിന്നും പിസയിലേക്ക് ഞാനിതാ പോവുകയാണ്. സാധാരണ യൂട്യൂബേഴ്സ് ഹായ് ഗായ്സ്, ഞാനിപ്പോൾ റോമിൽ നിന്നും പിസയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇനി പിസയിലേക്ക് പോകുന്ന വഴികളിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ റോമ ടെർമിനി സ്റ്റേഷനിൽ നിന്നും പിസ സെൻട്രലിലേക്ക് നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ദീർഘദൂര ട്രെയിൻ യാത്രകളോ ബസ് യാത്രകളോ ഒക്കെ നമ്മളൊരു രാജ്യത്ത് ചെന്നാൽ ചെയ്യണം. നമ്മുടെ ഈ യാത്രയിൽ നിങ്ങൾ കാണുന്നത് പോലെ മനോഹരമായ കടലോരങ്ങളും അതാത് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുടെ വീടുകളും കെട്ടിടങ്ങളും കൃഷിത്തോട്ടങ്ങളും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള യാത്രകളിൽ നമുക്ക് കാണുവാനാവും. ഇനി നമ്മൾ ഈ ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിനുള്ളിലൂടെ കുറച്ച് സമയം നമുക്കൊന്ന് നടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിനിൻ്റെ കുറച്ച് സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പല ക്ലാസ്സുകളുള്ള ഒരു ട്രെയിനാണിത്. നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ഇരിപ്പിടങ്ങളുള്ള ഒരു AC ട്രെയിൻ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ്. ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് യാത്ര ചെയ്യാം. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു മിനി പാൻട്രി ഉള്ളത്. ഞാനും ഇവിടെ നിന്നും ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ മേടിച്ച് കുടിച്ചു. അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത കോഫിയാണ്. നമ്മൾ യാത്ര തുടങ്ങി ആദ്യം കണ്ട കടലോരങ്ങളൊക്കെ മാറി ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് വളരെ വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകളാണ്. നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന കൃഷിപ്പാടങ്ങളും അങ്ങകലെ ഇങ്ങനെ മഞ്ഞിൽ പുതച്ച് നിൽക്കുന്ന പർവ്വതങ്ങളും ഒക്കെ നമുക്ക് ഇപ്പോൾ കാണാം. ഇനി വരുന്ന കുറേ ദിവസങ്ങൾ ഞാൻ ഈ ഇറ്റലിയുടെ പല സ്ഥലങ്ങളിലൂടെ ഇത്തരത്തിൽ ഈ ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഒരു അരമണിക്കൂറുടെ പിസയിലേക്ക് യാത്രയ്ക്കുള്ളൂ. ഇപ്പം 2:45. അത് കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ പിസയിലെത്തും. ഞാൻ അവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ പിസ ലീനിങ് ടവറിന്റെ അടുത്ത് തന്നെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ അവസാനം നമ്മൾ പിസ നഗരത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കൊണ്ട് നമ്മൾ പിസ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കാലുകുത്തും. ഓക്കെ, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അങ്ങനെ പിസ സെൻട്രൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. പിസ സെൻട്രലിലെത്തി. കറക്റ്റ് സമയമായിരുന്നു. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം എന്നൊന്നും എനിക്കറിയാൻ മേല. ഇതാണ് പിസ സെൻട്രലിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് നേരെ നടന്നു വേണം എൻ്റെ ഹോട്ടലിലേക്ക് ചെല്ലുവാൻ. അങ്ങോട്ടൊക്കെയുള്ള യാത്രയിലാണ് ഞാൻ. ഇതാണ് റോമിൽ നിന്നും പിസ വരെയുള്ള എൻ്റെ യാത്രാനുഭവം. ഞാൻ ഇതിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ചത് 1-2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഈ യാത്ര എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിലും പോവാം. ഇനി നമ്മൾ ഒരു 30 മിനിറ്റിനോട് അടുത്ത് നടന്നാൽ ഞാൻ താമസിക്കുന്ന പിസ ടവറിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ എനിക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ടാക്സി ഒന്നും വിളിക്കാതെ ഞാൻ നടക്കുവാനായിട്ട് തന്നെ തീരുമാനിച്ചു. കാരണം നമ്മൾ നടക്കുമ്പോൾ ഒട്ടനവധി കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
ഇത് കണ്ടില്ലേ, ഞാൻ ഈ നടന്ന വഴി അരികിൽ കണ്ടതാണ് നല്ല ഭംഗിയുള്ള ഒരു റിവർ. ഞാൻ ഈ വിക്കിപീഡിയയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു റിവറിൻ്റെ പേരാണ് അർണോ റിവർ. ഇറ്റലിയിലെ തന്നെ പ്രശസ്തമായ ഒരു നദിയാണിത്. അങ്ങ് അകലെ ഈ ഒരു നദിക്കരയിൽ ഒരു ചർച്ച് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ആ ഒരു ചർച്ചിൻ്റെ പേരാണ് സാന്താ മരിയ ദെല്ല. ഒരു ഗോതിക് സ്റ്റൈലിൽ 1230 നിർമ്മിച്ച ഒരു പള്ളി. നല്ല മനോഹരമായ ഒരു വ്യൂ. ഈ നദിയൊക്കെ നല്ല ക്ലീനാണ് കേട്ടോ. അങ്ങനെ അവസാനം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എത്തി. ഈ ഒരു തെരുവിലെ ഏതോ ഒരു ചെറിയ ഒരു ഹോട്ടൽ മുറിയിലാണ് ഞാൻ താമസിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. ഇനി ഇന്ന് മറ്റ് യാത്രകളൊന്നും ഇല്ല. ഈ ഒരു രാത്രി ഒന്ന് വിശ്രമിച്ച് നാളെ രാവിലെ പിസാ ഗോപുരവും മറ്റ് അനേകം കാഴ്ചകളൊക്കെ കാണുവാനായിട്ട് തയ്യാറാവണം. അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ. ഇന്ന് രാവിലെ ഈ പിസ ടവർ കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തയ്യാറെടുക്കുകയാണ്. ഇപ്പൊ രാവിലെ ഇവിടെ ഒരു 8:05 ഒരു 9:30 ആകുമ്പോൾ ഒരു ടവർ കയറുവാൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് പോകുന്നൊരു ടിക്കറ്റാണ്. അവിടെ നമുക്ക് ടിക്കറ്റൊക്കെ സിമ്പിളായിട്ട് കിട്ടും. അതായത് ഗെറ്റ് യുവർ ഗൈഡ് എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. ഇന്ന് ഈ പിസ ടവറിന്റെ കത്തീഡ്രലും അതിന്റെ ചുറ്റുപറ്റിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് എനിക്കിന്ന് പോകേണ്ടത്. അതാണ് ഇന്നത്തെ എൻ്റെ ദിവസം. ഒരു കാര്യം കൂടെ പറയട്ടെ, എന്നിട്ട് നമുക്ക് ഈ ടവറിനെ അങ്ങോട്ട് പോവാം. ഞാൻ താമസിക്കുന്ന ഈ ഹോട്ടൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹോട്ടൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടലിൻ്റെ താഴെ വരുന്നു, ഒരു ആരുമില്ല, ഒരു വലിയ ഒരു വാതിൽ മാത്രം. അവിടെ ഒരു കോഡ് വെച്ചിട്ടുണ്ട്, ഈ പ്രസ് ചെയ്യുന്നൊരു കോഡ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എങ്ങനെ ഇതിൻ്റെ അകത്ത് കയറണം എന്നുള്ളത്. ഞാനിങ്ങനെ അവിടെ ഒരു വാട്സപ്പ് നമ്പറും ഉണ്ട്. ഈ വാട്സപ്പ് നമ്പറിൽ ഞാനിങ്ങനെ വിളിച്ചപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. അപ്പോൾ അവരെനിക്ക് തിരിച്ച് ഒരു കോഡ് അയച്ചു തന്നു, ഡയൽ ദ കോഡ് എന്ന് പറഞ്ഞു. ഞാൻ ആ കോഡ് അതിൽ ഡയൽ ചെയ്തു. അപ്പോൾ ആ വാതിലങ്ങ് തുറന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 സ്റ്റെയർ കേസ് കയറി വന്നപ്പോൾ വീണ്ടും ഒരു വാതിൽ. ആ വാതിലിൻ്റെ അവിടെ എത്തിയപ്പോഴും എനിക്കൊരു സംശയം, എന്ത് ചെയ്യണം. അന്നേരം ഞാൻ ഈ മെസ്സേജ് സ്ക്രോൾ ചെയ്തപ്പോൾ താഴെ വീണ്ടും ഒരു കോഡുണ്ട്. ഈ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ വാതിൽ തുറക്കും. അങ്ങനെ ഞാൻ ആ വാതിലും തുറന്നു. അത് കഴിഞ്ഞൊരു ചെറിയൊരു സ്പേസാണ്, അവിടെ ആരുമില്ല, ഭയങ്കര നിശബ്ദത. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഭയമൊക്കെ തോന്നി. ഒരു മനുഷ്യനൊന്നുമില്ല. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് ഈ ബുക്കൊക്കെ ഉണ്ട്. അതായത് ഈ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഈ ഹോട്ടലിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്ന ഒരു ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി അത് കഴിഞ്ഞ് ഞാൻ ആ മെസ്സേജ് വീണ്ടും വായിച്ചു നോക്കിയപ്പോൾ ആ മെസ്സേജിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ 7-ാം നമ്പർ മുറിയുണ്ട്, ആ മുറിയിൽ താക്കോലുണ്ട്, താക്കോലെടുക്കുക, അതിൻ്റെ അകത്ത് കിടക്കുക. ഞാൻ അവിടെ വന്നു നോക്കിയപ്പം 4, 5, 6, 7 കണ്ടു. ഞാൻ ഈ മുറി തുറന്ന് അകത്ത് കയറിയപ്പോൾ നല്ല മുറി, എല്ലാം നല്ല കൃത്യമായി സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നു. അതായത് വെള്ളമുണ്ട്, ഒരു ജ്യൂസ് ഉണ്ട്, ടേബിളുണ്ട്, നല്ലൊരു കട്ടിലും, പിന്നെ അത്യാവശ്യം ഒരു TV ഉണ്ട്, ഒരു വലിയ ഒരു കബോർഡ് ഉണ്ട്, പിന്നെ അതിനേക്കാളുപരി നല്ല ഒരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോയിലൂടെ നമുക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ ഒരു ഹോട്ടൽ ഇവിടെ റൺ ചെയ്യുകയാണ്. ഇതെനിക്കൊരു വലിയ അത്ഭുതമായിപ്പോയി. ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇവിടെ ഒരു വൈഫൈ കോഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അയാൾക്കൊരു മെസ്സേജ് അയച്ചു, എനിക്ക് എൻ്റെ ലഗേജ് ഇവിടെ നിന്ന് സൂക്ഷിക്കണം, ഞാൻ പിസ ടവറിലൊന്ന് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് അടുത്ത മെസ്സേജ്, അത് ഈ ഇറ്റാലിയൻ ഭാഷയിലാണ് അയാൾ തിരിച്ച് മെസ്സേജ് അയക്കുന്നത്. ഞാൻ അതിനെടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വായിച്ചാണ് മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, റൂം നമ്പർ 4ന്റെ സൈഡിൽ ഒരു യെല്ലോ ടാഗ് വെച്ചിട്ടുണ്ട്, അവിടെ നിങ്ങളുടെ ബാഗ് വെക്കാം. ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു യെല്ലോ ടാഗ് ഉണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലഗേജ്, യു ക്യാൻ കീപ് യുവർ ലഗേജ് ഹിയർ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ ഒരു ഹോട്ടൽ ഇവിടെ റൺ ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇവിടെ എല്ലാവരും ആൾക്കാരും താമസിക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവുക. കൊള്ളാല്ലേ, സൂപ്പർ ഐഡിയ അല്ലേ. അപ്പോൾ ഞാൻ ഈ പിസ ടവറിലേക്ക് പോവുകയാണ്. രാവിലെ പോയി ഒരു കോഫി കുടിക്കണം, അത്യാവശ്യമായിട്ട് കോഫി കുടിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പിസ ടവറിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് രാവിലത്തെ ഒരു കാഴ്ച. വളരെ വിജനമാണ് ഈ സ്ട്രീറ്റ്. വൈകുന്നേരം ഇതൊക്കെ വളരെ ആക്റ്റീവ് ആവും. വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടല്ലേ, ഒരു ശൈലി കണ്ടല്ലേ, ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ ഒരു ശൈലി കണ്ടോ. ഇങ്ങനത്തെ ഇവർ ഈ പഴമേനെയൊക്കെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ശൈലിയാണ് ഞാൻ കാണുന്നത്. അത് ആണ് ഇതിന്റെ ഭംഗിയും, മനസ്സിലായില്ലേ. ഈ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ഒരു ഭംഗിയുള്ളൊരു കാര്യമാണ്. ഇത് കണ്ടില്ലേ, വേറൊരു ഡോർ കാണിച്ചു തരാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡോർ. ഓക്കെ,
കണ്ടല്ലേ, ഇങ്ങനത്തെ റോഡുകളൊക്കെയാണ് ഇവിടെ മുഴുവൻ ഉള്ളത്. ആൾക്കാർ സൈക്കിളൊക്കെ പോകുന്നവരുണ്ട്, പിന്നെ നടന്നു പോകുന്നവരൊക്കെ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. എല്ലാം വളരെ സിമ്പിളാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ പിസ ലീനിങ് ടവറിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ആ മനോഹരമായ ലീനിങ് ടവർ അല്ലെങ്കിൽ ആ ടവർ, ആ ചെരിഞ്ഞ ഗോപുരം ഉടൻ തന്നെ കാണും. ആദ്യം എന്തെങ്കിലും കഴിക്കണം. ആദ്യം കഴിച്ചിട്ട് വളരെ സാവകാശം ടവർ. എനിക്ക് ഇവിടെ നോക്കുമ്പോൾ ടവറിൻ്റെ ഒരു മേൾഭാഗം കാണാം. ഞാൻ കാണിച്ചു കേട്ടോ, കണ്ടില്ലേ? ഒരു ടവറിൻ്റെ ഒരു മേൾഭാഗം എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ കാണാം. അതാണ് ആ ടവർ. ടവറിൻ്റെ ഒരു മേൾഭാഗം കണ്ടല്ലോ. ആ ഒരു ടവർ കാണാനാണ് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഈ ഒരു ചെരിഞ്ഞ ഗോപുരം കാണുക എന്നുള്ളത്. ഇവിടെ ഫോട്ടോ എടുക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കണ്ടു തുടങ്ങി കത്തീഡ്രലും കണ്ടു തുടങ്ങി. ഇവിടെ നിന്ന് ഒരു കോഫിയെ കുടിച്ച് നേരെ അങ്ങോട്ട് പോവാം. ഈ കോഫി കടയിൽ നിന്ന് തന്നെ ഒരു കോഫിയെ കുടിച്ചിട്ട് നേരെ പോകാം. ഇതാണ് ഇവിടുത്തെ ഒരു കോഫി ഷോപ്പ്. ഈ ഒരു കടയിൽ നിന്ന് തന്നെ എന്തെങ്കിലും കഴിക്കാം. എനിക്ക് എന്ത് കഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. രാവിലെ ഒരു ക്രോസാന്റ് കഴിക്കാം എന്ന് വിചാരിക്കുന്നു. Can I have a cappuccino? One cappuccino and one sugar. It will be hot, right? Okay. I'll try this croissant. All right. Thank you. Yeah, I'll sit here. Okay. ഇതൊരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു സംഭവം കണ്ടുകൊണ്ട് കഴിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഗ്ലാസിൻ്റെ മുമ്പിൽ കൂടി എനിക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പിസ്സ ടവർ ഇങ്ങനെ നിൽക്കണ കണ്ടില്ലേ? ഈ പിസ്സ ടവർ കണ്ടുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കേണ്ടത്. രാവിലത്തെ കോഫി അങ്ങനെ കഴിക്കാം. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പിസ്സ ടവറും അതിൻ്റെ കത്തീഡ്രലും ഒക്കെ ഉണ്ട്. കിടിലല്ലേ? നോക്കിക്കേ, ഇതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭംഗി. അവിടെ അങ്ങനെ പിസ്സ ടവർ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണ കണ്ടില്ലേ? ഈ പിസ്സ ടവറിൻ്റെ ഇവിടെ നിന്നൊരു കോഫി അടിപൊളിയല്ലേ? നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കോഫി കുടിക്കണം രാവിലെയൊക്കെ. എൻ്റെ ഫ്രണ്ട് കിടക്കണം ഈ വണ്ടി കിടന്ന് മാറ്റി വരുന്ന കേട്ടല്ലോ, എനിക്ക് നല്ല ലുക്കായിരുന്നു. ഓക്കെ, എൻ്റെ ഇത് വന്നു. Hi, good morning. Hi. Thank you. Yeah. Thank you. എൻ്റെ കോഫിയും കപ്പിച്ചിനൊക്കെ എത്തി. ഞാനിപ്പോൾ കോഫിയെ കുടിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചത്ര ഒരു നല്ല ഒരു കോഫിയൊന്നും അല്ലായിരുന്നു. ഞാൻ പൊതുവെ ഒരു കോഫി കുടിക്കാരനാണ്. നല്ല രീതിയിൽ കോഫി കുടിക്കുന്നതല്ലാണ്. എനിക്ക് ഓരോ സ്ഥലത്തുനിന്നും കപ്പിച്ചിനോ ആണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോഫി. വീട്ടിൽ വരുമ്പോൾ ചായ, പുറത്തിറങ്ങിയാൽ കപ്പിച്ചിനോ എന്ന് പറയുമ്പോൾ അതിനൊരു ഫ്ലേവർ ഉണ്ട്, ഒരു ടേസ്റ്റ് ഉണ്ട്. അത് ഓരോ കോഫി കുടിക്കുമ്പോഴും നമുക്കതിൻ്റെ ആ ഒരു കൃത്യമായിട്ട് എനിക്കിപ്പോൾ മനസ്സിലാവും ഏതാണ് നല്ല ടേസ്റ്റുള്ള കോഫി. ഇതത്ര ടേസ്റ്റ് ഒന്നുമില്ല, അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. വലിയ രുചിയൊന്നുമില്ല. എനിക്കത് കൃത്യമായിട്ട് എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റും. ഒത്തിരി ഫാക്ടറികൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് കോഫി നന്നാവുന്നത്. അതായത് അതിൻ്റെ ആ മെഷീൻ, കോഫി ബീൻ, പിന്നെ അത് നമുക്കൊരു കോഫി ആയിട്ട് ഉണ്ടാക്കി വരുന്ന ആ ഒരു ടൈം. ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു കപ്പിച്ചിനോ നന്നാവാൻ. ഇതത്ര നല്ല കപ്പിച്ചിനോ ഒന്നുമല്ല. പക്ഷെ ഞാൻ കപ്പിച്ചിനോ നല്ലതൊക്കെ ഒത്തിരി കുടിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും. ഒരു നല്ലൊരു കോഫി കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ തോന്നാറുണ്ട്. അത്ര പോരാ, കുഴപ്പമില്ല. അടുത്ത ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പം ഞാനിനി എൻ്റെ ടിക്കറ്റ് കളക്ട് ചെയ്യാം. ഈ പിസ്സ ലീനിങ് ടവർ കാണുവാൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ പ്രയാസം ഉണ്ടായിരിക്കാം. ഇവിടെ അടുത്തൊരു ഓഫീസിൽ ചെന്നിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്ത് അതൊരു ഗൈഡഡ് ടൂറാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ കാണും. അവരെയൊന്നും നമ്മൾ അറിയണമെന്നൊന്നുമില്ല, പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരായിരിക്കും. അവരുടെ കൂടെ ഒരു ടൂർ ഗൈഡ് കാണും. നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു ഗൈഡിങ് ടൂർ വർക്ക് ചെയ്യണമെന്നുള്ളത്. അവർ നമ്മളെ കൊണ്ട് ഈ ടവറിൻ്റെ അകത്തേക്കും കത്തീഡ്രലിൻ്റെ അകത്തും ഈ ബാപ്റ്റിസ്റ്ററിയുടെ അകത്തേക്കും ഒക്കെ നമ്മളെ കൊണ്ടുപോകും. അതാണ് ഇത്, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ടിക്കറ്റ് കളക്ട് ചെയ്യണം. എന്നിട്ട് ഇപ്പം നേരം 8:30 കഴിഞ്ഞു. ഞാനിങ്ങനെ എക്സൈറ്റഡ് ആണ്. ഇതിൻ്റെ മേളിൽ കയറണം. അതായത് 280 അങ്ങനെ കണ്ട് 200-ൽ പരം സ്റ്റെപ്സുകളുണ്ട് അതിൻ്റെ മേളിൽ. അതിൻ്റെ മേളിലൊരു 7 മണിയുണ്ട്. ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇരുണ്ട് നിൽപ്പുണ്ട്. ഇത് ഇങ്ങനെയാണോ ഇവിടെ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു ഞാൻ രാവിലെ പ്രതീക്ഷിച്ചത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു, അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നു, അതൊക്കെയാണ്.
കവി ഭാവന, പക്ഷെ അത് നടന്നില്ല. വരുമായിരിക്കും, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. പിസ്സ ടവറിൻ്റെ മുകളിലേക്ക് പ്രവേശിക്കുവാനായി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുമ്പോൾ ഞാനെടുത്ത കുറച്ച് വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ മഴക്കാറൊക്കെ മാറി നല്ല വീഡിയോസ് എടുക്കാൻ കഴിയുമെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. ഈ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ മുമ്പോട്ടുള്ള യാത്രയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. ഓക്കെ. Your ticket All right. that way. Oh, that way. Yeah. The safety room. Oh, that's great. Yeah. Then you can go to the tower. Okay, got it. Go the other way So someone will be there, right? to the tower. Someone will be there. Someone will be there on the portal. All right. Thanks a lot, ma'am. Appreciate that. എൻ്റെ ടിക്കറ്റ് കിട്ടി. ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ട്. അത് ടവറിൻ്റെ ഉള്ളിലേക്ക് അനുവദിക്കത്തില്ല. നമുക്ക് എൻ്റെ ബാഗ് ഇവിടെ ഈ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാം. അപ്പോൾ ഈ ക്ലോക്ക് റൂം കണ്ടുപിടിച്ചിട്ട് എൻ്റെ ബാഗ് അവിടെ കൊടുത്തിട്ട് വേണം എനിക്ക് ടവറിൻ്റെ താഴെ ഒരാൾ കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9:14 ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തീർക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ഈ 9:15 ഉള്ള ആളെ കണ്ടുപിടിച്ച് ഈ ടവറിൻ്റെ മുകളിൽ കിടക്കാൻ പറ്റത്തുള്ളൂ. അതൊരു ടാസ്ക്കാണ്. എന്തൊരു ടാസ്ക്കാണെന്നറിയോ ഈ യാത്രയുടെ ഇടയിൽ. പക്ഷെ അതൊക്കെ നമ്മൾ അതിനെ എൻജോയ് ചെയ്താൽ മതി. അതൊന്നും വലിയ സീനുള്ള കേസല്ല. അപ്പം ഞാൻ ക്ലോക്ക് റൂം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. എൻ്റെ ഒരു ഭാഗ്യത്തിന് ഞാൻ രാവിലെ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നിങ്ങളിപ്പോൾ കണ്ടല്ലോ ആ വീഡിയോസൊക്കെ ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എടുത്തു. അതെന്തായാലും ഒരു ഭയങ്കര ഭാഗ്യമായിപ്പോയി. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഒന്നും പ്രശ്നമില്ല. മഴയും വെയിലൊക്കെ നമുക്ക് തന്നെ അതൊന്നും വലിയ വിഷയമല്ലോ. അപ്പോൾ ഞാൻ ക്ലോക്ക് റൂം കണ്ടുപിടിക്കും. അവിടെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട്, ഒരു യെല്ലോ കളർ ബിൽഡിങ്. അത് യെല്ലോ കളർ ആണോ? ഓക്കെ, അതൊന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഒന്ന് റെഡി ആവട്ടെ. ഞാൻ ഈ പിസ്സ ടവറിൻ്റെ താഴെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എൻ്റെ മുമ്പിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഈ പിസ്സ ടവർ കയറുവാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ പിസ്സ ടവറിൻ്റെ ബേസ്. കണ്ടില്ലേ? ഈ ബേസ് കണ്ടില്ലേ? ഇതാണ് പിസ്സ ടവറിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ഥലം. എൻട്രൻസ് ആണത്. പിസ്സ ടവറിൻ്റെ അകത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. How many steps? 200? 257. 257. 7 floor. Outside. Okay. There's a 60. Yeah. And Okay. there are on the top the bells. Okay. Thank you, ma'am. 270 something floor ഉണ്ട്. Then ഇങ്ങനെ ഓരോ പടികൾ കടക്കുകയാണ്. പിസ്സ ടവറിലേക്ക് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇങ്ങനത്തെ ഓരോ സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പുകളിൽ കൂടി ആൾക്കാർ കണ്ടിട്ട് തിരിച്ച് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. ഇവിടെയൊക്കെ ആൾക്കാർ ഓരോ ഫ്ലോറിൽ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കും. നമുക്ക് നോക്കാം ഇവിടെ നല്ല വീഡിയോ. ഇത് കണ്ടല്ലേ, ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഡോം ഉണ്ട്. നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോം സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ഭയങ്കര വലുതാണല്ലോ. അതിൻ്റെ ഡോമിൻ്റെ മേളിൽ ഞാൻ കയറി. അത് ഇതേപോലെ ആയിരുന്നു, വളരെ നാരോ പാത്തായിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും കയറിയപ്പോൾ തന്നെ മടുത്ത്. കണ്ടില്ലേ, വീണ്ടും അടുത്തൊരു സ്ഥലമായി. ഒരു കാര്യം പറയാം, ഏകദേശം 14,500 ടണ്ണുണ്ട് ഈ സാധനം, ഈ പിസ്സ ടവർ. അത് ഓർമ്മയിൽ വേണം. 1200 മുതൽ 1300 വരെ ആ കാലഘട്ടത്തിനുള്ളിലാണ് ഈ പിസ്സ ടവർ പണിതിരിക്കുന്നത്. ഇത് ഒറിജിനലി തുടങ്ങിയത് ആരാന്നുള്ളൊരു ഇൻഫർമേഷൻ ഇപ്പോഴും അൺനോൺ ആണ്. പക്ഷെ പിന്നീട് ഗലീലിയോ അദ്ദേഹം ഇവിടെ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കത്തീഡ്രലിൻ്റെ മോളും പിന്നെ ആൾക്കാരെ കാണാം, ഉണ്ടല്ലേ?
ചെറിയ പൊട്ട് പോലെ വന്നത്. ഇവിടെ മാത്രം ഇങ്ങനെ ഒരു നമുക്ക് ചുറ്റും നടക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞതിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് തോന്നും. ആഹാ, നല്ല ഒരു കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഇങ്ങനെ മുട്ടിട്ട് വരുന്നതിൻ്റെ ഒരു സംഭവം. ഇതാണ് പിസ നഗരം. പകുതി വരെ ആയിട്ടുള്ളൂ, ഇനിയും മുകളിലേക്ക് ഇനി കിടക്കണം. ദിസ് വേ മാം? അപ്സ്റ്റേഴ്സ്. യാ താങ്ക് യു. ഓ ഹിയർ. ഓ മൈ ഗോഡ്, എൻ്റെ അമ്മ, ഇത് കണ്ടല്ലേ, ഈ ചെറിയ ഇതിൻ്റെ അകത്തോടെ വേണം കിടക്കാൻ. കണ്ടല്ലോ, കുഞ്ഞത് ഇതിൻ്റെ അകത്തോടെ കിടക്കുമ്പോൾ ചെറിയ ഇതിൻ്റെ അകത്തോടെ വേണം കിടക്കാൻ. ഒരു 800-850 വർഷമായിട്ട് ഈ പിസ്സ ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ആൾക്കാർ ചവിട്ടി ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പുഴുവായിട്ടുണ്ട്. നമ്മൾ വീണ്ടും അടുത്തൊരു സെക്ഷനിലേക്ക് എത്തിയിരിക്കുക. പിസ്സയിൽ അടുത്തൊരു സെക്ഷൻ. ഇവിടുന്ന് ഇങ്ങനെ നല്ലൊരു കാഴ്ച കാണാം. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു ബെൽ ടവർ. എത്ര ബെല്ലുണ്ട് ഇവിടെ? 1 2 3 4 5. ഹൗ മെനി ബെൽസ്? 7 ബെൽസ്. 7 മണികളാണ് ഇവിടെ ഉള്ളത്. കണ്ടല്ലേ, 7 എണ്ണം. 1 2 3 4 5 6 7. രണ്ട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറെ കാലമായി നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു മലയാളത്തിൽ ഒന്ന് വർത്താനം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഇവര് ദുബായിൽ നിന്ന് വന്നേക്കടാണ്. ഇവരിവിടെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ഗ്രീസൊക്കെ പോയി കുറച്ച് ഡിസാസ്റ്റർ ഒക്കെ സംഭവിച്ചു, അവരുടെ കുറച്ച് മോഷണമൊക്കെ സംഭവിച്ചു. അതൊന്നും പ്രശ്നമാക്കണ്ട, ഇതൊക്കെ ഇതിന്റെ ഭാഗത്തിലുള്ളതാണ്. അപ്പൊ വളരെ സന്തോഷം. ഇനി ഞാൻ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ പിസായുടെ ഈ ഒരു ടവറിന്റെ മേളത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഇവിടെയൊക്കെ വരണം കേട്ടോ, നല്ലൊരു അത്ഭുതം തന്നെയാണ് പിസ. അപ്പൊ ഇനി നമുക്ക് ആ ചെറിയ ഫീൽ ചെയ്യും, ചെറുതായിട്ട്. അപ്പൊ ഞാൻ താഴത്തേക്ക് ഇറങ്ങുവാണ്. ഇനി ഞാൻ കത്തീഡ്രലിനകത്തേക്കാണ് കയറുന്നത്. കത്തീഡ്രൽ എല്ലാവരും ഇവിടെ പിസ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പിസ ടവർ അല്ലെങ്കിൽ ടവർ ഉണ്ടാക്കിയത് തന്നെ ഈ കത്തീഡ്രലിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു കാര്യം നിങ്ങളാരും മറക്കരുത്. അപ്പൊ എനിക്കിനി കത്തീഡ്രലിനകത്തേക്ക് കിടക്കാം. പിസ ഗോപുരത്തിന്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കത്തീഡ്രലിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. കത്തീഡ്രൽ ഓഫ് അസംഷൻ ഓഫ് മേരി അല്ലെങ്കിൽ സാന്താ മരിയ കത്തീഡ്രൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഒരു റൊമനേസ്ക് ആർക്കിടെക്ചറിൻ്റെ ഒരു ഉദാത്തമായ നിർമ്മാണ ശൈലിയാണ് ഈ ഒരു മനോഹരമായ ഈ ഒരു കത്തീഡ്രൽ. 1063 തുടങ്ങി 1092 ഈ ഒരു കത്തീഡ്രലിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നത്. മുകളിൽ നിന്നും നമ്മൾ ഈ ഒരു കത്തീഡ്രലിനെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീക്ക് ക്രോസിൻ്റെ ആകൃതിയിലാണ് ഈ ഒരു കത്തീഡ്രലിന് ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കയറി വരുമ്പോൾ തന്നെ മനോഹരമായ 2 നിരകളിൽ കാണുന്ന വലിയ ഗ്രാനൈറ്റ് കോളംസ് നമുക്ക് കാണാം. അനേകം ചിത്രപ്പണികൾ കൊണ്ടും പെയിൻറ്റിങ്ങുകൾ കൊണ്ടും ഒക്കെ സമൃദ്ധമാണ് ഈ ഒരു മനോഹരമായ ദേവാലയം. സുന്ദരമായ ഒരു കലാസൃഷ്ടികളാണ് ഓരോ കാലഘട്ടങ്ങളിൽ വരച്ചിട്ടിരിക്കുന്ന മറ്റ് അനേകം പെയിൻറ്റിങ്ങുകൾ. കുറച്ചധികം സമയം തന്നെ വേണം ഈ ഒരു ദേവാലയത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് ഒന്ന് കണ്ടു തീർക്കുവാൻ. എങ്കിലും ഈ ഒരു കത്തീഡ്രലിനുള്ളിലെ മനോഹരമായ ചില പെയിൻറ്റിങ്ങുകളും മറ്റ് ചില വർക്കുകളും ഒക്കെ ഞാൻ നിങ്ങളെ പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെയുണ്ട്. കത്തീഡ്രലൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ?
ഇനി എനിക്ക് ഈ പിസ ടവറിൻ്റെ സമീപത്തായിട്ട് കാണേണ്ടത് കൊമ്പസാൻറ്റോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഒന്നും മനസ്സിലായില്ലല്ലേ? കൊമ്പസാൻറ്റോ എന്ന് പറഞ്ഞാൽ ഒരു സിമിട്രി, ഓൾഡ് സിമിട്രി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് അതിൻ്റെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തുള്ള ഒരു പേര്. 1300-കളിൽ തന്നെയാണ് ഇതും പണി കഴിപ്പിച്ചിരിക്കുന്നത്. വളരെ പഴയത്. ഇതിനകത്ത് നമുക്ക് പഴയ സിമിട്രികളാണ് എന്നാണ് ഞാനിപ്പോൾ വായിച്ചപ്പോൾ മനസ്സിലായത്. അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കാണും. അവിടെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ടിക്കറ്റ് ഇവിടെ കൊടുക്കണം. ഉണ്ടല്ലേ? ഇതൊരു പഴയകാല നിർമ്മിതികൾ ഒക്കെ ഉള്ള സ്ഥലമാണ് കൊമ്പസാൻറ്റോ. അതായത് പഴയ സിമിട്രി, പഴയ കാലത്ത് ആൾക്കാരെ അടക്കിയിരുന്നത് ഇങ്ങനെയുള്ള ചില ഫലകങ്ങളിലായിരുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മുഴുവൻ കല്ലറകളാണ്, പഴയകാല കല്ലറകൾ. ഞാൻ ഇവിടെ വരുമ്പോൾ വേറൊരു കാഴ്ച കണ്ടിരിക്കുന്നത്, കുറച്ച് മാഷന്മാർ, ഒരു മാഷും ടീച്ചറും കുറച്ച് സ്റ്റുഡൻസിനും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയോ പറയുന്നു, ഹിസ്റ്ററി ആയിരിക്കാം, പറഞ്ഞ് പഠിപ്പിക്കുന്നു, കുട്ടികളത് എഴുതിയെടുക്കുന്നു. കൊള്ളാം, നല്ലൊരു കാര്യം. ഇനി ഇവിടെയുള്ള കുറച്ച് സ്റ്റാച്യൂസും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഉണ്ടല്ലേ? ഈ സ്റ്റാച്യൂവിൻ്റെ ഒക്കെ ആ ഒരു ഇതെങ്ങനെ ഈ മുഖഭാവങ്ങളൊക്കെ സ്റ്റാച്യൂവിൽ എത്ര കൃത്യമായിട്ട്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇതിന് മോൾഡൊക്കെ ഉണ്ടല്ലോ, ഇത് കുത്തി ഉണ്ടാക്കാം മാർബിൾ. എങ്ങനെ ഇതിങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഈ മൈക്കലാഞ്ചലോയുടെയും ബെർണിനിയുടെയും അല്ലെങ്കിൽ റാഫേലിൻ്റെയും ഒക്കെ ഈ സ്കൾപ്ചേഴ്സും അവരുടെ പെയിൻറ്റിങ്സും ഒക്കെ ഞാൻ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും റോമിലൊക്കെ ആഗമനം നടന്നു കണ്ടു. അവരെപ്പോലെ ഉള്ളവർ ചിലപ്പോൾ പിന്നെ ഉണ്ടായിരിക്കാം. പക്ഷെ അവർ ചെയ്തിരുന്ന അവരുടെ ആ ഒരു മൈക്കലാഞ്ചലോയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ സിസ്റ്റീൻ ചാപ്പലൊക്കെ പെയിൻറ്റ് ചെയ്യിപ്പിച്ചത്. 4 വർഷം എടുത്ത്. മൈക്കലാഞ്ചലോനെ ഒരു ലിറ്ററലി പറയുകയാണെങ്കിൽ പീഡിപ്പിച്ച് പെയിൻറ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ് പറയുക. കാരണം വെച്ചാൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് എന്ന് തീരും, 4 വർഷമായി, ഇതൊന്നും ആയില്ലേടെ. മൈക്കലാഞ്ചലോയുടെ പെയിൻറ്റിങ് സിസ്റ്റീൻ ചാപ്പലിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്നുവെച്ചാൽ അവർ സമ്മതിക്കില്ല. പക്ഷെ നമ്മളവിടെ പോയി ഇരിക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെ ഈ നേർവുകൾ, അവൻ്റെ കണ്ണ്, അവൻ്റെ ഭാവങ്ങൾ, മുഖഭാവങ്ങൾ, അല്ലെങ്കിൽ മൈക്കലാഞ്ചലോ ഈ ന്യൂഡിറ്റി ഒരു പ്രശ്നമാണെന്ന് ഒരിക്കലും അത് ഒരു കോമൺ സാധനമാണെന്ന് വിചാരിച്ചിരുന്ന ആളാണ് മൈക്കലാഞ്ചലോ. പക്ഷെ പിന്നീട് വന്നവർ അതിനെ മറക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെയൊക്കെ പെയിൻറ്റിങ്ങും അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവൊക്കെ നമ്മൾ ഇതൊക്കെ പോയി കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും. ഇനി നമ്മൾ പിസ നഗരത്തിൻ്റെ വൈകുന്നേരത്തെ കാഴ്ചകളാണ് നമ്മളിനി കാണുവാനായിട്ട് പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയുള്ളതുമായ കാഴ്ചകളാണ് ഈ ഒരു വൈകുന്നേരത്തെ കാഴ്ചകൾ. വൈകുന്നേരം എന്നൊക്കെ പറയുമ്പോൾ ചെറുതായിട്ടൊരു ചാറ്റം മഴയൊക്കെ ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇവിടെ ആൾക്കാരുണ്ടല്ലോ, മഴയല്ല, ഇനിയിപ്പോൾ പേവാരി വന്നാലും ഇവിടെ നിന്നും പോയില്ല. അത്രയ്ക്ക് കിടില സെറ്റപ്പാണ്. അതായത് ഇതേ ഇവിടെ ഓരോരുത്തർ ഇതേ കണ്ടോ, ഓരോരുത്തർ ഇതേ കണ്ടല്ലോ ഡാൻസ് ഒക്കെ കളിക്കുന്നു. പിസയിലൂടെ വൈകുന്നേരം ഇങ്ങനെ നടക്കുമ്പോട്ടല്ലോ, ഇവിടെ നമുക്ക് എന്തോരം കിടുക്കാച്ചി കാഴ്ചകൾ കാണാൻ അറിയാം. ഒന്ന് ഈ ടവറും ഈ ടവറിനെ ചുറ്റിപ്പറ്റി കുറേ കടകളും ഒക്കെ നമുക്കിവിടെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഈ ടവറിനെ അഭിമുഖമായിട്ടിരുന്ന് നേരെ ടവറിലേക്ക് നോക്കി ബിയർ കുടിക്കുന്നവരെയും അല്ലെങ്കിൽ വൈൻ കുടിക്കുന്നവരെയും ഒക്കെ നമുക്കിവിടെ കാണാം. ഒട്ടനവധി രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ഈ പിസ കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും ഇന്നിവിടെ രാത്രി തങ്ങുന്നവരാണ്. ഇവർ തങ്ങിയിട്ട് നാളെ ആയിരിക്കും ചിലപ്പോൾ ഇവിടുന്ന് പോകുന്നത്. സാധാരണ ഒരു 2 ദിവസത്തിൽ കൂടുതൽ ഇവിടെ പിസയിലൊന്നും അങ്ങനെ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരം ആവുന്നതോടുകൂടി പിസ നഗരം കൂടുതൽ ആക്റ്റീവ് ആവുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രാവിലെ കണ്ട ആ ഒരു കാഴ്ചകളൊന്നുമല്ല നമ്മൾ വൈകുന്നേരം കാണുന്നത്. ഈ നഗരത്തിലെ ഈ ഒരുക്കിയിട്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളിലും തെരുവോരങ്ങളിലും എല്ലാം ജനങ്ങൾ ഇങ്ങനെ വന്ന് നിറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഈ പെട്ടെന്ന് പെയ്ത മഴയിലും ഈ ഒരു ചെരിഞ്ഞിരിക്കുന്ന പിസ ഗോപുരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് സഞ്ചാരികൾ അവരുടെ വൈകുന്നേരം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. മഴയൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ച് രസകരമായ സംഭവങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവിടെ ഓരോരുത്തർ ഈ പിസയ്ക്ക് പോസ് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. അതുകൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇനി പോകുന്നത് വെനീസിലേക്കും മിലാനിലേക്കും പോകുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെയാണ് എനിക്കുള്ള ഒരു നല്ല സപ്പോർട്ട്. നല്ല നല്ല വീഡിയോയുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഗുഡ് ബൈ.